എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആ ചാനലിനകത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഇഷിതയുടെയും മഹേഷിന്റെ ഒക്കെ വിശേഷങ്ങൾ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണുന്നവരെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താൻ മറക്കരുതേ. അപ്പോൾ ആ ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ചന്ദ്രമതി നിരത്തെങ്കൊല്ല നിൽക്കണേ. കാരണം വരാൻ പോകുന്നത് ശ്രുതിയുടെ ഇളയച്ചനാണ്. അപ്പൊ ശ്രുതിയുടെ ഇളയച്ചൻ വന്നിപ്പോ ആ രീതി വേണം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. പിന്നീട് കലാവതി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വന്നാലും ചന്ദ്രമതിക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു. ഈ വെപ്രാളം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശി ഓർത്തു, ഇവളുടെ ഈ മട്ടും പാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പ്രസിഡന്റ് വരുന്ന പോലെ അങ്ങനെ ഒരു വെപ്രാളം പിടിച്ചാണ് നടക്കണേ. ഇതുവരെ ഇത്ര ഒരു വെപ്രാളവും വിറയലും ഒന്നും ചന്ദ്രമതി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കലാവതി മുത്തശ്ശി ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ അമ്മേ, അവര് വരുമ്പോ അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഇങ്ങോട്ടേക്കാ വരുന്നേ. അപ്പൊ നമ്മൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാം. നടക്കട്ടെ, പണത്തിന്റെ ഒരു ഹുങ്കല്ലേന്ന് ചോദിക്കാം. പണത്തിന്റെ ഹുങ്കല്ലമ്മേ, ഇത് അവളുടെ ശ്രുതിയുടെ ഇളയച്ചനാ. ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നേ. ഇളയച്ചൻ വന്നാലോ ഇനിയിപ്പം ശ്രുതിയുടെ അച്ഛനാണേലും ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ഇളയച്ചൻ പോയി വന്നിട്ട് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ പറയണോ അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ശ്രുതിയുടെ അച്ഛൻ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അപ്പൊ ആ രീതി വേണ്ടേ നമ്മൾ ട്രീറ്റ് ചെയ്ത് വിടാനെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ചന്ദ്രമതി എന്ത് ചെയ്യണം, ശ്രുതിനെ വർഷനെയൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് വർഷ എന്ത് ചെയ്യണം, ഫോണിനകത്ത് റേഞ്ചൊക്കെ നോക്കി നടക്കണം. ഫോണിനകത്ത് റേഞ്ച് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ടവർ വെച്ച റേഞ്ച് കുറവാണ്. പിന്നെ വർഷ പറഞ്ഞു, എന്താ ആൻറ്റി ഇതിവിടെ ഫോണിന് റേഞ്ച് പോലും കിട്ടുന്നില്ലോ, ഒരു കോള് വിളിക്കണമെങ്കിൽ ഈ വീടിന് ചുറ്റും ഓടി നടക്കേണ്ട ഒരു അവസ്ഥയാന്ന് പറയണം. എൻ്റെ മോളെ, നമ്മുടെ അവിടുത്തെ പോലെ വീട്ടിലെ പോലെ ഒന്നുമില്ല. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ നഗരമല്ലേ, പക്ഷെ ഇത് ഗ്രാമപ്രദേശമാണ്. ഇവിടെ ടവറിനൊക്കെ റേഞ്ച് കുറവാന്ന് പറയാം. ഓഹ് എൻ്റെ ദൈവമേ, ഏത് സമയത്താണ് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത്. മോള് 2-3 ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയില്ലേ, പിന്നെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണേ. അല്ല എന്തിയെ ശ്രുതി എന്തിയെന്ന് ചോദിക്കണം. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. അല്ല മോളുടെ ഇളയച്ചനിന്ന് വരുമല്ലോ അല്ലേ? ഇന്ന് വരുമെന്നാ പറഞ്ഞേ. ചിലപ്പോഴെങ്ങാനും നാളത്തേക്കാകും, അല്ലെങ്കിൽ ഇന്ന് തന്നെ വരുമെന്ന് പറയാം. ഒന്ന് വിളിച്ചു നോക്കണം കേട്ടോ ഇടയ്ക്ക്. അല്ല ഇപ്പൊ വിളിച്ചാൽ കിട്ടത്തില്ലായിരിക്കും. ചിലപ്പം ഫ്ലൈറ്റിലാണെങ്കിൽ ഓ അങ്ങനെ ഉണ്ടല്ലേ എന്ന് ചോദിക്കണം. അതേന്ന് പറയാം. മോളൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം. പുറത്ത് പോകാനോ? അതെ, ഇവിടെ നല്ല പ്രദേശങ്ങളൊക്കെ കാണാനുണ്ട്, വയലും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ട്, തെങ്ങുന്തോപ്പും എല്ലാം ഉണ്ട്. നമ്മുടെ അവിടെ ഒന്നും ഇല്ലല്ലോ, ഇവിടെയാണെങ്കിൽ അതൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാന്ന് പറയണം. പിന്നീട് ചന്ദ്രമതി അവിടെ നിന്ന് രേവതിനെ വിളിക്കുകയാണ്. രേവതി അങ്ങോട്ടേക്ക് വന്നു. എന്താ അമ്മേ? അതെ, ശ്രുതിയുടെ ഇളയച്ചൻ വരുമ്പോഴത്തേനും കുടിക്കാനുള്ള കാര്യം ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണമെന്ന് പറയണം. ഇളനീരുണ്ടെങ്കിൽ അതെടുത്തോളാൻ പറയണം. ശരിയെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇതെല്ലാം കലാവതി മുത്തശ്ശി കാണുന്നുണ്ടായിരുന്നു. ഓ ഈ വിളിച്ചിട്ട് ഓവറാണല്ലോ അങ്ങോട്ട്. കാരണം വരുവാന്ന് പറഞ്ഞിട്ട് ഇത്ര ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പിന്നെ ഒരു ശ്രുതിയുടെ വർഷയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ബാ നമുക്ക് ആ തെങ്ങുംതോപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കൈ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അവിടുത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഈ സമയം രേവതി അടുത്ത അകത്തേക്ക് പോകാൻ നേരം കലാപതി മുത്തശ്ശി ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. മോളവിടെ നിന്നേതോടെ എന്താ എന്താ അച്ഛമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ചെയ്തു തരണോ? ഒന്നും വേണ്ടാന്ന് പറയണം. അതെ, ഞാൻ സച്ചിനെ മഹേഷിനും കൂടെ പച്ചക്കറികൾ മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർ പച്ചക്കറി കൊണ്ടുവരുമെന്ന് പറയണം. അപ്പൊ പച്ചക്കറിയും കറികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ, എല്ലാവരും കൂടെ വന്നിരിക്കുന്നതല്ലേ. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തയ്യാറാക്കണമെന്ന് പറയണം. ശരി, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് അകത്തേക്ക് കയറിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ പച്ചക്കറി എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പച്ചക്കറി എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശി ചന്ദ്രമതിനെ വിളിക്കുകയാണ്. ചന്ദ്രമതിനെ വിളിച്ചിട്ട് ചന്ദ്ര ഇങ്ങോട്ട് വരാൻ പറയാണ്. എന്താ ദേ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ കൂട്ടങ്ങളും ഉണ്ടല്ലോ. കാരണം തോരൻ വെക്കാനും സാമ്പാർ വെക്കാനും അവിയൽ വെക്കാനും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ സമയം ചന്ദ്രമതി അവിടെ നിന്ന് ഉറക്കം വന്നങ്ങോട്ട് രേവതിനെ വിളിക്കണം. രേവതി ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. ഇത് കേട്ട രേവതി എന്താ അമ്മേ, എന്താ വിളിച്ചെന്ന് ചോദിക്കണം. ദേ പച്ചക്കറികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ദേ സാമ്പാർ വെക്കണം, തോരൻ വെക്കണം, അവിയൽ വെക്കണം, പിന്നെ ഒരു കൂട്ടുകറി വെക്കണം, പിന്നെ ഇഞ്ചിയുണ്ട് ഇഞ്ചിക്കറി വെക്കണം. ഒരു നീണ്ട ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. രേവതി പറഞ്ഞ് ചെയ്യാമേന്ന് പറയണം. അത് പോരാഞ്ഞിട്ട് ഇറച്ചിയും മീനും ഒക്കെ അത് വേറെയും വേണമെന്ന് പറയണം. ഇത് കേട്ടപ്പോ കലാവതി മുത്തശ്ശി ചോദിച്ചു, അല്ല ചന്ദ്രേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെന്താ ഹോട്ടലാണോന്ന് ചോദിക്കുകയാണ്. ഇതിന് മാത്രം വിഭവങ്ങള്? അല്ല, ആദ്യമായിട്ട് ശ്രുതിയുടെ ഇളയച്ചൻ വരുന്നല്ലേ, അപ്പം നന്നായിട്ട് ട്രീറ്റ് ചെയ്യണ്ടേ, കറികളൊക്കെ ആണേലും ആ രീതി വേണ്ടേ വെക്കാനായിട്ട്. ഓഹോ, അല്ല
അതിന് അവള് തന്നെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അതിനിപ്പോ എന്താ കുഴപ്പം, അവള് തന്നെ വീട്ടിലാണെങ്കിലും ചെയ്യുന്ന, അവൾക്ക് അതൊന്നും പ്രശ്നമല്ല കാര്യമല്ലെന്ന് പറയാണ്. ഉം. അവള് പൂകെട്ടാൻ മാത്രമല്ല അറിയാവുന്നതെന്ന് പറയാണ്. ഓ നീ എന്താ അവളെ വെറും എന്നെ പൂ കെട്ടുന്ന പൂക്കാരിയാക്കണമെന്ന് ചോദിക്കുക. അതല്ലേ അമ്മ അവിടെ തൊഴില്, ഈ പൂ കെട്ടുന്ന പിന്നെ അടുക്കള ജോലിയല്ലേ അവൾക്ക് അറിയാവുന്ന, അവൾക്ക് വേറെ എന്തെങ്കിലും തൊഴിൽ അറിയാമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് കലാവതി മുത്തശ്ശിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ മോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് രേവതിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. രേവതിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ മോൾ ഒരു കാര്യം ചെയ്യുക, മോൾ ഈ ജോലികളൊന്നും ചെയ്യണ്ടെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി അല്ല പിന്നെ അമ്മ ഇത് ആര് ചെയ്യുമെന്ന് ചോദിക്കാം. അവളെന്റെ മരുമോളല്ലേ, അവള് ചെയ്യട്ടെ, അവൾക്കിതും ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിലും വീട്ടിലാണെങ്കിലും അവൾ ഇതൊക്കെ ചെയ്യുന്നേ, വീട്ടിലേക്ക് വന്ന് കയറിയ മരുമക്കളല്ലേ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇത് കേട്ടത് കലാവതിമുത്ത് ചോദിച്ചു, ആഹാ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കണം. അതേമേ അതിനെന്താ കുഴപ്പം, അന്നാ ഒരു കാര്യം ചെയ്യ, എന്റെ മരുമോള് നീയല്ലേ, അപ്പൊ ഈ വീട്ടിൽ വന്നു കഴിയുമ്പത്തേനും നീ വേണം ഈ പണികളൊക്കെ ചെയ്യാന്ന് പറയാ. അമ്മ ഞാനോ, ഞാൻ ഒറ്റയ്ക്കോ, പിന്നല്ലാതെ. അതെ നിന്റെ മരുമോൾക്ക് തന്നെ ഈ ജോലികളൊക്കെ ചെയ്യുമെങ്കിൽ പിന്നെ നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടെന്ന് ചോദിക്കുക. അമ്മ എന്നെ കൂടെ തന്നെ ഇത്ര, ഇവിടെ ഒന്നാമത്തേക്ക് ഗ്യാസ് ഇല്ല, അടുപ്പത്ത് തന്നെ വേണം. ഓ അപ്പൊ നീ നിന്റെ മരുമോൾക്ക് ഇത്ര ജോലി കൊടുത്തപ്പോ നിനക്ക് അറിയത്തില്ലായിരുന്നോ അവൾക്ക് തന്നെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്? അവളൊരു മനുഷ്യനാ, അവൾക്ക് രണ്ട് കൈയേ ഉള്ളൂ, ആ ബോധം നിനക്കില്ലാരും ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയണം. ചന്ദ്രക്കിട്ട് എട്ടിന്റെ പണി കിട്ടി. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല. പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞു, അത് കുഴപ്പമില്ല അച്ഛമ്മേ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന് പറയണേ. വേണ്ട നീ ഒന്നിനും കൂണ്ട, ദേ പൊങ്കലല്ലേ, പൊങ്കലിന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നീ എൻ്റെ കൂടെ വന്നാൽ മതി. അടുക്കള കാര്യങ്ങൾ ഫുഡിന്റെ കാര്യങ്ങൾ ഇനി ഉള്ള 3 ദിവസം ചന്ദ്രമതി തന്നെ നോക്കിക്കോളൂ എന്ന് പറയാം. അമ്മ ഞാൻ ഒറ്റയ്ക്കോ? നീ ഒറ്റയ്ക്കാന്ന് കഴിഞ്ഞാൽ നിനക്ക് വേറെ 2 മരുമക്കളും കൂടി ഇല്ലേ, അവരെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണം. രേവതി പോയി അവരെ വിളിച്ചോണ്ട് വരാൻ പറയണം. അങ്ങനെ രേവതി എന്ന് ശ്രുതിനെ വർഷനെ വിളിച്ചോണ്ട് വരിക. ആ സമയം ശ്രീകാന്തും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അവരോടൊപ്പം. പിന്നീട് അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശി പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിപ്പിച്ച് എന്തിനാന്ന് അറിയാമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ഇല്ല അച്ചമ്മയെന്ന് പറയണം. അതെ അടുക്കളയിൽ ഇവിടെ ജോലിയുണ്ട്, കഞ്ഞിയും കറിയൊക്കെ വെക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും കറികളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കാൻ അറിയാവുന്നത്ര അത്ര ഉണ്ടാക്കിയാൽ മതി എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു, അച്ചമ്മേ എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, ഞാനൊരു ഫുഡിയാന്ന് പറയണേ. ഫുഡിയോ അതെന്നാ സാധനമോ? പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, അവൾക്ക് ഫുഡ് കഴിക്കാനേ ഇഷ്ടം, അല്ലാതെ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ആഹാരം എത്ര വെള്ളം കഴിക്കാൻ ഇഷ്ടം. ഓ കഴിക്കാൻ ഇഷ്ടം അല്ലേ, അപ്പോൾ അത് ഉണ്ടാക്കാനാണ് അറിയത്തില്ലാത്ത. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു, അത് പിന്നെ വീട്ടിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു. അതെ പെൺകുട്ടികളാണ് അത്യാവശ്യം അടുക്കള കയറി എല്ലാ ജോലിയും ചെയ്യണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രപതി, അയ്യോ അമ്മേ വർഷയ്ക്ക് അങ്ങനെയൊന്നും അറിയില്ല, വർഷ ഫേമസ് ആയിട്ടുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റാന്ന് പറയണ, അവളുടെ ജോലി സീരിയലിനകത്തൊക്കെ ഡബ് ചെയ്യാന്ന് പറയണ, അവൾക്ക് ഈ ജോലികളൊന്നും വശമില്ല, അല്ലേലും ചെയ്യാൻ സമയമില്ല. ശ്രുതി ആണെങ്കിൽ ബ്യൂട്ടി പാർലർ നടത്തുമല്ലേന്ന് ചോദിക്കാം. അതെ സമൂഹത്തിൽ എത്ര വലിയ ആളാന്ന് പറഞ്ഞാലും വല്ല രാജ്ഞിയാന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവനവന്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ പെൺകുട്ടികൾ പഠിച്ചിരിക്കണം. അതിനിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നിന്റെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട ആൾ നീയായിരുന്നു പറയണം. അതിനെവിടെയാ അമ്മ സമയം കിട്ടുന്നതെന്ന് ചോദിക്കുക. അതിനുള്ള സമയം അവർക്ക് കൊണ്ടുവന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അച്ഛമ്മേ വേണം ഞാൻ ചെയ്തു കൊടുക്കാം, എനിക്ക് കുക്കിങ് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ ഷെഫല്ലേന്ന് ചോദിക്കണം. ശ്രീകാന്ത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ശ്രുതി പറഞ്ഞു, വേണം ഞാനും ഹെൽപ്പ് ചെയ്യാന്ന് പറയണം. രണ്ടുപേരും ഇങ്ങോട്ട് വരാൻ പറയണം. വന്ന് ഇനി പുറത്തിട്ട് 2 എണ്ണം കൂടെ കൊടുക്കണം, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അത് പിന്നെ അച്ഛമ്മേ അവള് ബ്യൂട്ടി പാർലറൊക്കെ നടത്തുമല്ലേ, പോരാത്തന്നെ അവള് വലിയ വീട്ടിലെ പെൺകുട്ടിയല്ലേ, അവൾക്ക് ഇങ്ങനെ അടുക്കള കയറിയൊന്നും വശമില്ല, ജോലികളൊന്നും ചെയ്ത് അറിയില്ല എന്ന് പറയാം. തിന്നാൻ അറിയാലോ 4 നേരം. അങ്ങനെയാണെങ്കിൽ അടുക്കള പണികളൊക്കെ പഠിച്ചിരിക്കണം എന്ന് പറയാം. അത്യാവശ്യം ഒരു ചായ ഉണ്ടാക്കാൻ ഇച്ചിരി കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ അറിഞ്ഞിരിക്കണം. ഇപ്പൊ രേവതി ഉണ്ടാക്കുന്നോണ്ടല്ലേ വീട്ടിലെല്ലാം കഴിക്കണേ. ഈ പറയുന്ന നിന്റെ അമ്മ പോലും അടുക്കള കയറാറുണ്ടോന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അച്ഛമ്മേ, രേവതി വന്നതിന് ശേഷം ഒരുത്തി അടുക്കള കയറുന്നില്ലെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ അവിടെ വരുമ്പോൾ അറിയുന്നല്ലേ, മാടിനെ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കള കിടന്ന് രേവതി പണി ചെയ്യുക, എന്നിട്ടോ നീയൊക്കെ സുഖിച്ച് തിന്നങ്ങോട്ട് കൊഴുത്തിരിക്കുവല്ലേന്ന് ചോദിക്കും. ചന്ദ്രമതി പറഞ്ഞു, അമ്മ അതിനിപ്പം ഞാൻ മാത്രമല്ലേ വീട്ടുള്ളൂ, ബാക്കി എല്ലാവരും ജോലിക്ക് പോകല്ലേ. എത്ര വലിയ ജോലിക്കാരാന്ന് പറഞ്ഞാലും അവനവന്റെ സ്വന്തം വീട്ടിൽ അത്യാവശ്യം ജോലി ചെയ്തിട്ട് വേണം പോവാനായിട്ട്. പെണ്ണുങ്ങളാണെങ്കിൽ എല്ലാവരും തന്നെ അത്യാവശ്യം ജോലി ചെയ്ത് പഠിക്കുന്നവരാ. അത് വീട്ടിൽ കാരണന്മാർ വേണം പറഞ്ഞു കൊടുക്കാൻ. സ്വന്തം വീട്ടിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ ചെന്ന് കയറുന്ന വീട്ടിൽ ആ പണികളൊക്കെ അവർ പറഞ്ഞു കൊടുക്കണം. അല്ല രേവതിക്ക് നീ പറഞ്ഞു കൊടുത്തതാണോ പഠിപ്പിച്ചേ? പിന്നെന്തിനാ രേവതി വീട്ടിൽ വന്ന് എല്ലാ ജോലികളും ചെയ്യുന്നല്ലേ. നിന്റെ ബാക്കി 2 മരുമക്കളെ പോലെ ഒരു പെൺകുട്ടിയല്ലേ അവളും. പിന്നെ അവൾക്കതാ വല്ല കൊമ്പും ഉണ്ടോ, അതോ കൈ ഇനി 10 എണ്ണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കലാവതി മുത്തശ്ശി അങ്ങ് ദേഷ്യപ്പെടുവാണ്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്രമതിയോട് പറഞ്ഞു, മേലാ നിന്റെ ഈ തിരിച്ചു വ്യത്യാസം കാര്യങ്ങളൊന്നും ഇവിടെ കാണിച്ചേക്കല്ലേ, പറഞ്ഞു കേട്ടല്ലോ. പിന്നീട് പറഞ്ഞു, മര്യാദയ്ക്ക് നിന്റെ മരുമക്കളെ വിളിച്ചോണ്ട് ഓരോ ജോലികൾ അങ്ങ് ചെയ്യിക്കാൻ പറയണം. പിന്നീട് രേവതിയോട് പറഞ്ഞു, വരാൻ പറയാണ്.
രേവതി കയ്യെ പിടിച്ചങ്ങോട്ട് പോകുമ്പോൾ രേവതി പറഞ്ഞു, അല്ല അച്ഛമ്മ ഞാൻ അവരോട് മിണ്ടാതെ വന്നു ഇങ്ങോട്ട്. എന്തേ നിനക്ക് 2 ദിവസത്തെ റെസ്റ്റാ, അവിടെ ചന്ദ്രമതിയും ജോലി ചെയ്യട്ടെ, അവൾക്ക് ഇത്തിരി കൊമ്പ് കൂടാനില്ല. അവൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇച്ചിരി അടങ്ങി നിൽക്കുന്നേ, എൻ്റെ അടുത്ത് മാത്രം അവളുടെ ഒരടവും അഭ്യാസം നടക്കില്ല എന്ന് പറയണം. ആ സമയം ശ്രുതിയും വർഷം ഇങ്ങനെ നോക്കിയിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, വാ നമുക്ക് ജോലി ചെയ്യാന്ന് പറയണം. വർഷ പറഞ്ഞു, എന്തിനാ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പിന്നെ എങ്ങനെ ചെയ്യുന്നത്. മിണ്ടല്, അച്ഛമ്മയുടെ സ്വഭാവം അറിയത്തില്ലാത്ത നിന്റെ. അവർക്ക് ഇത് കലി ഇളകിയിട്ടുണ്ടല്ലോ, എന്താ പറയണം പ്രവർത്തിക്കുന്നത് പറയാൻ പറ്റില്ല. ഞാൻ പോലും അവരുടെ മുന്നിൽ എതിർത്തൊന്നും സംസാരിക്കാറില്ല, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ചതിക്കില്ലെന്ന് പറയണം. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, മോളും കൂടെ ഇങ്ങോട്ട് വരാൻ പറയണം. അപ്പൊ പച്ചക്കറി എല്ലാം കൂടെ നിരത്തി വെച്ചേക്കുക. നിരത്തി വെച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നിങ്ങളിൽ ആരെന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഹർഷ പറഞ്ഞു, അതെ എനിക്കിതൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യ, മോൾ എൻ്റെ കൂടെ പച്ചക്കറി എന്നിട്ട് ഇരിക്കുക. ശ്രുതിയോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ, പോയി ഇതിനുള്ള അരപ്പൊക്കെ അരയ്ക്കാം, മുളകും മല്ലിയൊക്കെ അരയ്ക്കണമല്ലോ, ഇനി ഇറച്ചി മീനൊക്കെ വെക്കണമല്ലോ, അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ അരയ്ക്കാനായിട്ട് പറയണം. അതും അമ്മിക്കല്ലിയെ വേണേ അരയ്ക്കാനായിട്ട്, അരകല്ലിയെ വേണേ അരയ്ക്കാനായിട്ട്. വേറെ അവിടെ മിക്സോ കാര്യങ്ങളൊന്നും ഇല്ല, അല്ലാതെ ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീടാണ്, അപ്പൊ അത് അങ്ങനെ ചെയ്യണമെന്ന് പറയാം. ശ്രുതി പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് പോവാണ്. ഈ സമയം വർഷ പറഞ്ഞു, ഇതെല്ലാം എന്തിനാ ഈ കട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. എന്താ ഇതെല്ലാം ഒരുമിച്ചിട്ടങ്ങ് വേവിച്ച എന്താ കുഴപ്പം, ഈ പച്ചക്കറി കട്ട് ചെയ്യുന്ന വല്ല കാര്യമുണ്ടോ. ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, എൻ്റെ മോളെ, ഈ മുരിങ്ങക്കോലൊക്കെ ഒരുമിച്ചിട്ട് വേവിക്കാൻ പറ്റുമോ, അതൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന കാര്യമാണോ. മുരിങ്ങക്കോല കത്രിക്ക എല്ലാ സാധനവും ഇല്ലേ, അതൊക്കെ മുഴുവത്തോടെ ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. ഓ അത് ശരിയാണല്ലേ, ഓ ഈ അടുക്കള ജോലി ചെയ്യുന്നവർ സമ്മതിക്കണം എന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, ഓ ആ രേവതി ആയിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കായിരുന്നു, നല്ല ടേസ്റ്റിനെ ഉണ്ടാക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ശ്രുതിയുടെ ഇളയച്ചൻ വരുമല്ലേ, ശ്രുതിയുടെ ഇളയച്ചന് കൊടുക്കാനുള്ളതല്ലേ എന്ന് ചോദിക്കും. എനിക്കാണ് ഒന്നും പറയാനും പറ്റില്ല. പിന്നെ ആ കലാവതി അമ്മ എന്ത് കാര്യം നിനക്ക് അറിയാവുന്നതാണല്ലോ, എന്തെങ്കിലും എവിടെയായാലും ഞാനൊന്നും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ സമയം എന്നെ ഇവിടെ ഇരുത്തിക്കളയും. എനിക്കൊന്നും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം. ഓ വീട്ടിൽ നിന്ന് ചെന്നാൽ മതിയായിരുന്നു, എത്രയും പെട്ടെന്ന് ശ്രുതിയുടെ ഇളയച്ചനൊന്ന് വന്നിട്ട് പോയാൽ മതിയാ, എന്നാൽ പിന്നെ വീട്ടിലേക്ക് പോയായിരുന്നു പറയാം. വർഷ പറഞ്ഞു, അത് ശരിയാ, എനിക്കും ഭയങ്കരമായിട്ട് ഇവിടെ ബോറടിക്കുന്നുണ്ടെന്ന് പറയണം. ഇവിടെ ഒന്ന് ഫോണിനകത്ത് റേഞ്ചും ഇല്ല എന്നൊക്കെ പറയണം. അങ്ങനെ പരാതിയും പരിഭവങ്ങളും പറയാണ്. ആ സമയം കലാവതി മുത്തശ്ശി രേവതിനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, 2 നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത്, 3 കൊടുത്തിരിക്കുന്നത്, അവിടെ കിടന്ന് ചെയ്യട്ടെ, ഇത്രയും ദിവസം വീട്ടിൽ കിടന്ന് തിന്നു കൊടുത്തല്ലേ അങ്ങോട്ട്, ഇവിടെ വരുമ്പോഴെങ്കിലും ദേഹം ഒന്ന് അനക്കട്ടെ എന്ന് പറയാണ്. അല്ല മുത്തശ്ശി, അത് പിന്നെ ഞാനിവിടെ വേണേ പോയി സഹായിക്കാം. വേണ്ട വേണ്ട, നീ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല, 2 ദിവസം നീ എൻ്റെ കൂടെ എനിക്ക് റെസ്റ്റ് എടുക്കുക, എനിക്കറിയാം നിന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും എന്താന്നുള്ളത്. ചന്ദ്രമതിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കാൻ പറ്റുള്ളൂ, നിന്നെ അവൾ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുവാന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവളെ ആശ്വസിപ്പിക്കുകയാണ്. രേവതിനെ ആശ്വസിപ്പിക്കുക. രേവതിക്കറിയാം തൻ്റെ അച്ഛമ്മയുടെ അടുത്ത് വന്നാൽ കഴിഞ്ഞാൽ മാത്രമേ തനിക്കൊരു ഇങ്ങനൊരു സമാധാനം കിട്ടുള്ളൂ എന്നുള്ള കാര്യം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം അതിനുശേഷമാണ് നമ്മളിനി അതിനേക്കാളും അടിപൊളി വിശേഷങ്ങൾ. കാരണം വർഷേനെ കൊണ്ട് പൊറുതി മുട്ടുവാണ് ചന്ദ്രമതി. ചന്ദ്രമതിക്ക് നല്ല പണിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ. അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.